സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. രാജാവ് താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവ മുമ്പാകെ ഒരു നിയമം ചെയ്തു. 2 രാജാക്കന്മാർ 21 വാക്യം. അലങ്കരിച്ച ഒരു വില്ലും ഒരു ആവനാഴിയും ദീർഘവർഷങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ഒരു ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്നു. ഞങ്ങളൊരു ഗോത്രവർക്കാരുടെ ഇടയിൽ മിഷൻ പ്രവർത്തനം ചെയ്തപ്പോൾ എൻ്റെ പിതാവിനൊരു സ്മരണയായി നൽകിയതാണ്. പിന്നീട് അത് കൈമാറി എനിക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം ഈ ഗോത്രവർക്കാരുടെ ഇടയിൽ നിന്ന് ഒരു സുഹൃത്ത് ഞങ്ങൾ കാണാനെത്തി. അവൻ ആ വില്ല് കണ്ടപ്പോൾ വളരെ വിചിത്രമായ രീതിയിൽ അതിനെ നോക്കി. അത് ഘടിപ്പിച്ചിരുന്ന ഒരു വസ്തുവിൽ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, അതൊരു മന്ത്രത്തകിടാണ്. അതിന് പ്രത്യേക ശക്തിയൊന്നുമില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ അത് സൂക്ഷിക്കാറില്ല. വേഗം തന്നെ ആ മന്ത്രിയുടെ തകിട് ഞങ്ങൾ അതിൽ നിന്ന് മുറിച്ചു മാറ്റി. ദൈവത്തിലല്ലാതെ മറ്റെന്തെങ്കിലും ആരാധിക്കുന്ന വസ്തു ഞങ്ങളുടെ വീട്ടിൽ ആവശ്യമില്ല. യെരൂശലേമിലെ രാജാവായിരുന്ന യോശിയാവ് ദൈവത്തെ തൻ്റെ ജനത്തെപ്പറ്റിയുള്ള ചെറിയ അറിവിലാണ് വളർന്നത്. മഹാപുരോഹിതൻ ദീർഘനാളുകളായി അവഗണിക്കപ്പെട്ട ആലയത്തുനിന്ന് ന്യായപ്രമാണം കണ്ടെത്തിയപ്പോൾ 2 രാജാക്കന്മാർ 22 വാക്യം. യോശുവ അത് കേൾക്കുവാൻ ആഗ്രഹിച്ചു. വിഗ്രഹാരാധനയെപ്പറ്റി ദൈവം പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് മന്ത്രത്തകിട് മുറിച്ചു മാറ്റുന്നതിനേക്കാൾ വലിയ മാറ്റങ്ങൾ വരുത്തി. 2 രാജാക്കന്മാർ 23:3-7 വാക്ക് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ വിശ്വാസികൾക്ക് യോശുവ ചെയ്തതിനേക്കാൾ മികച്ച കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മെ ഉപയോഗിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ഉണ്ട്. അത് നാം മറന്നു കളയുവാൻ സാധ്യതയുള്ള ചെറുതും വലുതുമായ കാര്യങ്ങളെ വെളിച്ചത്തിൽ കൊണ്ടുവരുന്നു. നിങ്ങൾ വരുത്തേണ്ട ഒരു മാറ്റത്തെപ്പറ്റി ഒരു വിശ്വാസി നിങ്ങളെ ബോധ്യപ്പെടുത്തിയത് വിവരിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവത്തിന് അതിശയമായിട്ടുള്ളത്? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങേക്ക് പ്രസാദമല്ലാത്ത സകലത്തെയും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നീക്കണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. ഇൻ ജീസസ് നെയിം, ആമേൻ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാവുന്ന ആവത്താവർന്ന രോഗദുഃഖങ്ങൾ മണത്തെല്ലാം ദൈവം നമ്മെ കാത്തിരുവാഴ്ച ഞാൻ ദൈവം നന്ദി പറയുന്നു. പുതിയൊരാഴ്ചക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം, ആമേൻ.